ബന്ധങ്ങൾ ഏതും അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. അതിന് നമ്മൾ വേർതിരിവൊന്നും കാണിക്കണ്ട. നമ്മളൊരാളെ സ്നേഹിക്കേണ്ടത് അയാളിൽ നിന്നും തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ആവരുത്. അങ്ങനെ പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് ചിലരുടെ മുഖമൊക്കെ ദേഷ്യം പിടിപ്പിക്കുന്നതും അവരോട് ദേഷ്യം ഉണ്ടാക്കുന്നു. ഉദാഹരണമായിട്ട് ഈ കൂട്ടത്തിലുള്ള ഒരാളെ എനിക്ക് പരിചയമുണ്ട് എന്ന് കരുതുക. ഉദാഹരണമായിട്ട് അബ്ദുറഹ്മാൻ ഖാൻ എനിക്ക് പരിചയമുണ്ട്. ഇവിടെ ഒരു കല്യാണത്തിന് ഞാൻ വന്ന് കയറാൻ നേരത്ത് അബ്ദുറഹ്മാൻ ഖാനെ കണ്ടു. ഞാനൊന്ന് സലാം പറഞ്ഞു ചിരിച്ചു. അബ്ദുറഹ്മാൻ ഖാൻ ചിരിക്കണില്ല. ഞാനിങ്ങനെ കഴിഞ്ഞു ഇവിടെ വന്നിരുന്നു. ഇരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ അടുത്തുണ്ട്. ഞാനൊന്ന് ചിരിച്ചു, അദ്ദേഹം ചിരിക്കുന്നില്ല. സ്വാഭാവികമായി എന്റെ മനസ്സിൽ എന്താ തോന്നുക? ഔ കിബിർ, എന്താ ഇപ്പൊ ചിരിക്കാത്ത എന്നോട്? എനിക്കിന്റെ ഉള്ളിൽ ഇങ്ങനെ ദേഷ്യം പരയാൻ തുടങ്ങി. അവസാനം ഭക്ഷണം കഴിക്കാൻ താഴേക്കിറങ്ങി ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ അബ്ദുറഹ്മാൻ ഖാൻ നേരെ വരുന്നുണ്ട്. മൂപ്പർ ഇന്നൊക്കെ ഒന്ന് ചിരിച്ച്. ഞാൻ ചിരിച്ചില്ല. ഞാൻ 2 തവണ ചിരിച്ചിട്ട് ചിരിക്കാത്തവനോട് മൂന്നാമത് ഞാൻ ചിരിക്കാത്തത് പകയാണ്. പക്ഷെ ഞാൻ 2 തവണ ചിരിച്ചതും എനിക്കിന്റെ റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ച പുഞ്ചിരി എന്ന സുന്നത്താണെങ്കിൽ നിന്റെ മുഖത്ത് നോക്കി 4 ദേഷ്യപ്പെട്ടാലും എനിക്ക് സങ്കടം ഉണ്ടാവൂല. ഞാൻ ചെയ്തതിന്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്താനാ, ഒരാളെയും ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഒരാളെയും ഞാൻ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്നതല്ല. ആ തിരിച്ചറിവാണ് കുടുംബത്തിൽ ഉണ്ടാവേണ്ടത്. പല തരക്കാരും പല കോലക്കാരും ഉണ്ടാകും, പല ദേശക്കാരും പല വാശിക്കാരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അവരോടൊക്കെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാതെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടി നമുക്കവരോട് പെരുമാറാനും അവരെ സ്നേഹിക്കാനും സാധിച്ചെങ്കിൽ മാത്രമേ ബന്ധങ്ങൾ ഏറ്റവും മധുരത്ത് കൊണ്ടടക്കാൻ പറ്റൂ. ഞാൻ അതുകൊണ്ട് ഒരു ചരിത്രങ്ങൾ കേട്ടതാ. മദീന പള്ളിയിൽ ആയിരക്കണക്കിന് സഹാബാക്കൾ ഇരുന്ന് വലിയൊരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹാബാക്കൾക്കും ആഗ്രഹമുണ്ട്, ഞങ്ങളെ ആരെങ്കിലും റസൂലുള്ള അതിനു വേണ്ടി തെരഞ്ഞെടുക്കുന്നു. അവർക്കൊരു ആവേശമായിരുന്നു. എന്ത് ചർച്ച നടന്നാലും എല്ലാ സഹാബാക്കളും ഇങ്ങനെ കാത്തിരിക്കും, റസൂൽ ഞങ്ങളെ ഏൽപ്പിക്കോ, അതിന് പോകാൻ വേണ്ടി ഞാനാണോ തെരഞ്ഞെടുക്കപ്പെടുക, അതിന്റെ മുന്നിൽ കൊടി പിടിക്കേണ്ടി ഞാനാണോ എന്ന ആവേശത്തിൽ ഓരോ സഹാബത്തും നിൽക്കുമ്പോൾ ഈ ചർച്ചന്റെ അവസാനം റസൂലുള്ള തെരഞ്ഞെടുത്തത് അംർ ബിൻ ആസ് എന്ന സ്വഹാബിനെയാണ്. പിന്നിലുള്ള അംറിനെ അടുത്തേക്ക് വിളിച്ച് റസൂലുള്ള പറഞ്ഞു, അംറേ, ഈ കാര്യം ഇനിയാ ചെയ്യേണ്ടി, എന്നെയാ ഞാനിത് ഏൽപ്പിക്കുന്നത്. ഇത് കേട്ട അംർ ബിൻ ആസ് സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്ന് സഹാബാക്കളെയൊക്കെ അങ്ങനെ നോക്കി, ഒരു സന്തോഷം. എന്നിട്ട് ഉടനെ ഉറക്കെ ചോദിച്ചു, നബിയേ, നിങ്ങൾക്ക് ഈ ജനങ്ങളിൽ ആരോടാ ഏറ്റവും ഇഷ്ടം? സഹാബാക്കളൊക്കെ കരുതി റസൂലുള്ള അംറിന്റെ പേരായിരിക്കും ഇപ്പൊ പറയാന്ന്. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ പുഞ്ചിരിയോടെ പറഞ്ഞു, അംറേ, നീ അടക്കം ആര് ഈ കൂട്ടത്തിലുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ഭാര്യ ആയിഷ ബീവിനെയാണ്. ചോദ്യം റസൂലുള്ള തെറ്റിദ്ധരിച്ചോ എന്ന സങ്കടത്താൽ അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ അതല്ല ഉദ്ദേശിച്ച്, ഈ ആണുങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആരോടാ ഏറ്റവും ഇഷ്ടം? അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് സഹാബാക്കൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിയോടെ വലതുഭാഗത്തിരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് ഇങ്ങനെ പതുക്കെ 2 തട്ട് തട്ടിയിട്ട് പറഞ്ഞു, അംറേ, ആയിഷ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആയിഷാന്റെ വാപ്പ അബൂബക്കറിനെയാണ്. നോക്കി മനുഷ്യരെ, നിങ്ങൾ റസൂലുള്ള കൊടുക്കുന്ന കുടുംബത്തിന്റെ ഒരു സ്ഥാനം. ഇന്ന് അതേ ഇസ്ലാമിന്റെ അനുയായികൾക്ക് എന്താ അവസ്ഥ? ഏട്ടൻ അനിയനെ കണ്ടൂടാ, അനിയൻ ഏട്ടനെ കണ്ടൂടാ, ഏട്ടന്റെ ഒക്കെ അനിയന്റെ ഓളെ കണ്ടൂടാ, അനിയന്റെ ഒക്കെ ഏട്ടന്റെ ഓളെ കണ്ടൂടാ, നാത്തുമാർക്ക് ആങ്ങളന്റെ ഓളെ കണ്ടൂടാ, ആങ്ങളന്റെ ഓളമാർക്ക് നാത്തുമാരെ കണ്ടെടുത്താ കണ്ടൂടാ, വാപ്പാർക്ക് മക്കളെ കണ്ടൂടാ, മക്കൾക്ക് വാപ്പാരെ കണ്ടൂടാ. മനസ്സിൽ പകയും വെറുപ്പും വെച്ച് ജീവിക്കുന്ന നമ്മള് 5 വക്തും റബ്ബിന്റെ മുമ്പിൽ നെറ്റി ചേർത്തിട്ട് പറയാ, ഇഹ്ദിനാ ഇഹ്ദിനാ, സ്വർഗം റബ്ബേ, സന്മാർഗം റബ്ബേ, ഫഅന്നാ. എങ്ങനെയാ മനുഷ്യരെ പടച്ചോൻ അത് തരിക? നമ്മൾ കാരണം മനസ്സ് വേദനിച്ച ഒരാളെങ്കിലും ഈ ദുനിയാവിലുണ്ടെങ്കിൽ നമ്മളെ പ്രാർത്ഥനകൾ 1-ാം ആകാശം വിട്ടുകിടക്കുന്നില്ല എന്നാണ്. നമ്മൾ കാരണം നെഞ്ച് കലങ്ങിപ്പോയ വിതുമ്പേണ്ടി വരുന്ന ഒരു മനസ്സോ കണ്ണോ ഈ ദുനിയാവിലുണ്ടെങ്കിൽ, മക്കളെ, അള്ളാഹുവിന്റെ 7-ാം ആകാശം പോട്ടെ, 1-ാം ആകാശം പോലും നമ്മളെ ദിക്റുകൾ വിട്ടുകിടക്കൂലെന്നാ. ആ കണ്ണീരിന്റെ വില അവനെ കൊണ്ട് സങ്കടത്തോടെ പൊരുത്തപ്പെടിച്ചിട്ടല്ലാതെ. അതുകൊണ്ട് കുടുംബത്തിൽ ഏറ്റവും നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്താ? കുടുംബം മധുരാവാൻ നമുക്ക് കുറച്ച് തോൽക്കാൻ പറ്റെങ്കിൽ അവിടെ തോറ്റേക്കണം. ഞാൻ തോറ്റാൽ അത് റാഹത്താകെങ്കിൽ ഞാൻ അത് സലാം പറഞ്ഞേക്കും. ഞാനൊരു സലാം പറഞ്ഞാൽ അത് തീരെങ്കിൽ ഞാൻ ആ സലാമിന് വരും, ഞാൻ വരാൻ റെഡിയാ, ഞാൻ അതിന് ഇരിക്കാൻ റെഡിയാ. ഇന്നതല്ല, വാശിയ അൻറ, ഞാൻ ഓന്റെ ചെലവിലല്ല. എന്റെ 2 ആൺകുട്ടികളെ ഞാൻ കെട്ടിച്ചു, 2 പെൺകുട്ടികളെ ഞാൻ കെട്ടിച്ചു. അതുകൊണ്ട് എന്റെ ചെലവില്, ഞാൻ ഓന്റെ ചെലവിലല്ല. എന്നോട് എന്താ ഉള്ളവര് എന്റെ പുരയിൽ വരട്ടെ. ഈ മാനസികാവസ്ഥ ഉണ്ടല്ലോ, ഓൻ 5-ന് പകരം 50 വക്ത് ജമാഅത്തിന് പോയി എന്നാൽ പടച്ചോൻ സ്വീകരിക്കാന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് ആൾക്കാരുടെ നിസ്കാരവും നോമ്പൊക്കെ ക്ലിയറാ, അതിലൊന്നും ആരും ഒരു കുറവും വരുത്തുന്നില്ല. പക്ഷെ മനസ്സ് നന്നാവുന്നില്ല, പകയും വെറുപ്പും നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല, ഈഗോയും പൊങ്ങച്ചവും മനുഷ്യന്റെ ഹൃദയം വിട്ടുകിടക്കുന്നില്ല.
പകയും വെറുപ്പും വിദ്വേഷവും അഹന്തയും അഹങ്കാരവും പൊങ്ങച്ചവും പുച്ഛവും ഏഷണിയും പരദൂഷണവും കുതന്ത്രവും കുത്തുവാക്കും നെഞ്ച് നിറഞ്ഞു നിൽക്കുക. ആ നെഞ്ചുകൊണ്ട് ആ പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങുന്നതെങ്കിൽ 10,000 മയ്യത്തസ്കരിച്ചിട്ട് എന്താ മനുഷ്യരെ കാര്യം? ഒരു മയ്യത്തസ്കാരത്തിന്റെ പിന്നിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ പോലും കേട്ടിട്ടുണ്ട്, എന്തൊക്കെ കാണിച്ചു കൂട്ടിയ മനുഷ്യനാ, എന്തൊക്കെയായിരുന്നു കുടുംബക്കാരിയായിട്ടുള്ള പണിക്ക്. പെങ്ങളെ തല്ലിയിട്ടുണ്ട്, ആളിയനെ മട്ടലെടുത്ത് തച്ചിട്ടുണ്ട്, ആങ്ങൾക്ക് കൊടുക്കേണ്ടി ഒന്നും കൊടുത്തിട്ടില്ല. അവസാനം പോയത് കണ്ടോ, 3 വെള്ളത്തുണിയിൽ, അതും മണ്ണോട് ചേരുന്ന കോറത്തുണി. 700 റുപ്യ, മാക്സിമം 1000 റുപ്യന്റെ ചെലവേ ഉള്ളൂ എനിക്ക് ഇങ്ങൾക്കും പഠിച്ചോന്റെ അടുത്തേക്ക് പോകാൻ. മാക്സിമം 1000 റുപ്യന്റെ ചെലവ്. എന്റെ നാട്ടിൽ 800 റുപ്യ ഉള്ളൂ, കുറച്ച് കോട്ടം തുണിക്കും പഞ്ഞിക്കും 3 വെള്ളത്തുണിക്കും, പിന്നെ തെളിക്കേണ്ട കുറച്ച് കർപ്പൂര വെള്ളത്തിനും. 1000 റുപ്യന്റെ ചുവടെ എനിക്ക് ഇങ്ങൊക്കെ ഈ ദുനിയാവെന്നുള്ള യാത്രക്ക് വേണ്ടിയേ ഉള്ളൂ. മത്സരിച്ചും വാശി പിടിച്ചും കെട്ടിപ്പിടിച്ച് പൂട്ടിവെച്ചതും അതിന്റെ പേരിൽ പിണങ്ങിയതും അതിന്റെ പേരിൽ പക കാണിച്ച് കൊണ്ടുനടന്നതും എന്തിനായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന ഒരു നിമിഷം വരാനുണ്ട്. അന്ന് സൂര്യൻ ഉരിച്ചാണ് മേലെയായിരിക്കും, അന്ന് നമ്മൾ നഗ്നരായിരിക്കും, അന്ന് എരി കൂട്ടിയോനും കുത്തിത്തിരിപ്പുണ്ടാക്കിയോനും വീറും വാശിയും കൊണ്ട് പക തന്നോനും നമ്മളെ കൈവിട്ടിട്ടുണ്ടാകും. ആ ലോകത്ത് നമ്മൾ കരയാതിരിക്കാൻ ഓരോ ബന്ധങ്ങളും അതിന്റെ സന്തോഷത്തോടെ കൊണ്ടടക്കാൻ പറ്റണം. ഭാര്യമാര് പറയണം ഭർത്താക്കന്മാരോട്, നിങ്ങളെ പെങ്ങളോടൊന്ന് നന്നാവണം, എനിക്ക് പൊരുത്തല്ലോ. എന്തിന്? നിങ്ങൾ അതിന്റെ പേരിൽ പെങ്ങളുമായിട്ട് പിണങ്ങി നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇനി എന്റെ കുടുംബത്തേക്കൊന്ന് പോണം, എന്റെ വാപ്പനെയും ഇവരെയൊക്കെ ഒന്ന് കാണും. ഇതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കുക. ഓളാരാ? ഓള വാപ്പയാരാ? അമ്മോശാക്ക. ഓളമ്മയാരാ? അമ്മായിത്ത. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാ. കെട്ടിയ പെണ്ണിന്റെ കുടുംബക്കാരോട് പിണക്ക്. എന്തിനാ ഇപ്പൊ പിണക്ക്? ഓക്ക് തന്ന് കുറഞ്ഞുപോയി, മരിച്ച വാപ്പാന്റെ സ്വത്ത് കിട്ടൂലെന്ന് ഉറപ്പായി, അല്ലെങ്കിൽ ഓളോളെ വീട്ടിൽ പോയി കൂടാൻ പോയി പാർക്കാൻ പോയി തിരിച്ചു വന്നപ്പം കൊണ്ടുവന്ന പലഹാരം കുറഞ്ഞുപോയി. എന്തൊക്കെയോ കാരണങ്ങൾ. മരിച്ച വാപ്പാന്റെ വീതം വെച്ച സ്വത്തിന്റെ പേരിൽ മക്കൾ തമ്മിൽ പിണക്ക്. കണ്ണായ കണ്ണിന്റെ പറമ്പിന്റെ പേരിൽ അതിരിട്ട കല്ലിന്റെ പേരിൽ മക്കൾ തമ്മിൽ പിണക്ക്. ഇവരൊക്കെ ആരാന്നറിയോ? 5 വക്ത് നിസ്കരിക്കുന്നവര്, 5 വക്ത് നിസ്കരിക്കുന്നവര്, ഹറമ് കണ്ടവര്, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ചൊല്ലി പടച്ച റബ്ബിന്റെ അതിഥിയായി പോയവര്, പട്ടിണി 1 മാസം കിടന്ന് റബ്ബിനെ തൃപ്തിപ്പെടുത്തിയവര്. സഹോദരങ്ങളെ, ഞാനിത് ഇത്ര ആവേശത്ത് പറയാൻ എന്താ കാരണം എന്നറിയാം നിങ്ങൾക്ക്? സത്യം പറഞ്ഞാല് നിസ്കാരവും നോമ്പും ഒക്കെ ജനങ്ങൾക്ക് ക്ലിയർ ആണെങ്കിലും ഈ പകയും വെറുപ്പും മനസ്സിന്ന് പോകാത്തത് കൊണ്ടാണ്. അതില്ലാണ്ടായി പോകാൻ, അത് മനുഷ്യന്റെ മനസ്സിന്ന് പോയെങ്കിൽ മാത്രമേ ഓന്റെ മടക്കം റാഹത്താവൂന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. ആ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്ര ബന്ധമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. ഒരു കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓഫീസുകളിൽ 950കളിലും 60കളിലൊക്കെ വന്നത് അന്നത്തെ നേതാക്കന്മാർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, കോളറയും മാപ്പള കലാപത്തിലും പെട്ട് സങ്കടപ്പെട്ട് മരിച്ചോയ വാപ്പാരുടെ മക്കൾക്ക് യത്തീംഖാന തുടങ്ങാനായിരുന്നു. യത്തീംഖാന തുടങ്ങി കേരളത്തിന്റെ മുക്കുമൂലകളിൽ സുഭിക്ഷമായിട്ട് യത്തീമക്കൾ ജീവിക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിലെ മുക്കുമൂലകളിലുള്ള കുടുംബങ്ങളിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് വരുന്ന കത്തുകളിൽ പലതിന്റെ ഉള്ളടക്കം എന്താണെന്നറിയോ? മക്കൾ നോക്കാതെ പാതയോര വക്കിലും കടത്തിണ്ടയിലും വീട്ടിന്റെ പോർച്ചിലും ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പേര് മാറ്റിയിട്ടെങ്കിലും ഒരു അത്താണി, ഒരു ഓൾഡ് ഏജ് ഹോം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും തുടങ്ങിക്കൂടെ? ഈ സാധുക്കൾ അവിടെ കൊണ്ടുവച്ചിടാൻ വേണ്ടിയിട്ട് ഒരു വാപ്പനെയും ഇമ്മനെയും കൈമ കിട്ടിയിട്ടും സ്വർഗം കാണാൻ പറ്റാതെ പോയാൽ അവനേക്കാളിലും അപമാനിക്കപ്പെടുന്ന ഒരു മക്കള് പരലോകത്തില്ല എന്നാണ്. ഇന്ന് സ്നേഹങ്ങളൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലുമാണ്. നിങ്ങൾ കണ്ടില്ലേ? കേരളത്തിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എനിക്ക് തന്നെ അയച്ചിട്ടുണ്ട്, എനിക്ക് തോന്നുന്ന ഒരു 10-35 ആൾക്കാര്. സൗദി അറേബ്യയിലുള്ള ഒരു കഥ നിങ്ങളും കേട്ടിട്ടുണ്ടാകും. അനിയനായിരുന്നു വാപ്പാനെ നോക്കല്, അവസാനം ജേട്ടൻ കേസ് കൊടുത്തു അനിയന്റെ വറ്റുനിന്ന് വാപ്പനെ കിട്ടാൻ വേണ്ടി. അവസാനം കേസ് ഏട്ടന് വിധിയാവുകയും ആ കോടതി വരാന്തയിൽ നിന്ന് അനിയന്റെ കൈമന്ന് വാപ്പന്റെ കൈ പിടിച്ച് ഏട്ടൻ ഇങ്ങനെ നടന്ന് കാറിൽ കയറാൻ നേരത്തെ ഏട്ടന്റെ കാറിന്റെ അരികിൽ വന്ന് ഏട്ടന്റെ മുഖത്ത് നോക്കി അനിയൻ പറഞ്ഞു, കാക്കേ നിങ്ങളിന്റെ സ്വർഗാട്ടോ കൊണ്ടോണെന്ന്. കോടതി മുറി പോലും അമ്പരന്ന് ത്രസിച്ചു പോയത് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ എഴുതി വിട്ടപ്പം നമ്മൾ അയച്ച 150 ഗ്രൂപ്പില്. പക്ഷെ സ്വന്തം വാപ്പാന്റെ കൈയൊന്ന് പിടിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരാഴ്ച മുഴുവൻ മക്കൾക്ക് വേണ്ടിയിട്ട് എല്ല് വെള്ളാക്കിയ ആ വാപ്പാന്റെ നെഞ്ചിന്റെ ഉള്ളിലെ പിടച്ചിലറിഞ്ഞിട്ടുണ്ടോ? പറയാൻ മടിച്ചിട്ടും നെഞ്ചിന്റെ ഉള്ളിലെ വേദനയും കൊണ്ടടക്കുന്ന ഒരു വാപ്പാന്റെ നെഞ്ചിന്റെ ഉള്ളിലെ നാവുമ്മൽ ഒരക്ഷരം കേൾക്കാൻ നേരം കിട്ടിയിട്ടില്ലേ? വാട്സപ്പ് കൂടെ കുറെ പൊലിപ്പിച്ചതുകൊണ്ട് സ്വർഗം തരാന്നൊന്നും പടച്ചോൻ പറഞ്ഞിട്ടില്ല. മാതൃദിനത്തിന്റെ അന്ന് അടുക്കളയിൽ കയറി ഉമ്മാന്റെ പരം ഫോട്ടോ എടുത്ത് ഉമ്മാന്റെ കൂടെ കരിവാളിച്ച മുഖവും കാണിച്ച് നിൽക്കുന്നവന് ഇന്ന് ലോക മാതൃദിനം എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയാല് 1000 ലൈക്കും 100 ഷെയറും കിട്ടിയ സ്വർഗത്തിലേക്കുള്ള ജന്നാത്തുൽ ഫിർദൗസിന്റെ 10 പടി കയറി എന്ന് പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാം. മറിച്ച് ആ ഉമ്മന്റെ കാലിന്റെ ചവിട്ടിയ സ്വർഗം.
അതുകൊണ്ട് ആ മദ്രസയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് സ്വർഗത്തിലെ മണ്ണ് കിട്ടുമെന്ന് ചോദിച്ചപ്പം കിട്ടും ഉസ്താദേ. അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ഉസ്താദുമാരെയും മദ്രസ അധികാരികളെയും അമ്പരപ്പിച്ചുകൊണ്ട് പെറ്റുമ്മാന്റെ കാലിന്റെ ചുവട്ടുന്ന് മണ്ണ് വാരിക്കൊണ്ടുവന്ന ഒരു മകന്റെ ചരിത്രം നമുക്കറിയാമെങ്കിൽ സ്വന്തം വാപ്പനെയും ഇമ്മനെയും തൃപ്തിപ്പെടുത്താൻ പറ്റാത്തവനാ പടച്ചോനെ തൃപ്തിപ്പെടുത്താൻ പരക്കം പായുന്നത്.